ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇസൂസു ഡി മാക്സിൻ്റെ വി ക്രോസിൻ്റെ ലോഞ്ചിലാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു പുതിയ വി ക്രോസിൻ്റെ ലോഞ്ചിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇതിൽ വന്നിരിക്കുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള പെട്ടെന്നൊരു വാക്ക് റൗണ്ടിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഈ വാഹനം ഒന്ന് പെട്ടെന്നൊന്ന് അടുത്തറിയാം. അതായത് ഏറ്റവും ആദ്യത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ തന്നെയാണ് ഒരു വലിയ ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിവിടെ ഒരു കുഞ്ഞൻ ക്യാമറ കാണാൻ സാധിക്കും. അതായത് ഇവിടെ ഒരു 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മാറ്റമായിട്ട് പറയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലത്തെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു സൈഡ് കാണുക എന്നുള്ളത്. അതായത് ഒരു വിസിബിലിറ്റിയുടെ ഒരു പ്രോബ്ലം. ശരിക്കും ഒരു 360 വന്നപ്പോഴേക്കും ആ ഒരു പ്രോബ്ലം മാറിക്കിട്ടി. ബാക്കിയുള്ള ഏകദേശമൊക്കെ ഫ്രണ്ടിൽ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ ബീഡിങ്സും കാര്യങ്ങളൊക്കെ കാണുന്നതും അതിൻ്റെ കുറേ മാറ്റങ്ങൾ നമുക്കിവിടെ പെട്ടെന്ന് എടുത്തറിയുന്നുണ്ട്. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്ലാഡിങ് പോലത്തെ ഇരിക്കുന്ന ഈ ഒരു പോർഷനൊക്കെ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. അത് കാണാനും കുറച്ചുകൂടെ നമുക്ക് ഗുമ്മ് ഫീല് കൊണ്ടുവരുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഒരു അലോയ് ഡിസൈനാണ്. അലോയ് ഡിസൈൻ നമുക്കിപ്പോൾ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും നല്ല രീതിക്ക് അത് മാറ്റവും വന്നിട്ടുണ്ട്. കാണാനൊരു ഗുമ്മൻ ലുക്ക് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു മിററിൻ്റെ ഇൻഡിക്കേറ്റർ അതിൻ്റെ ഒരു ഡിസൈൻ ചേഞ്ചാണ് നമുക്കിപ്പോൾ മെയിനായിട്ട് എടുത്തു പറയാനുള്ളൊരു കാര്യം. ഡിസൈൻ ചേഞ്ചും താഴെ വരുന്ന ഈ 360 ഡിഗ്രി ക്യാമറയും ഞാൻ ഈ അലോയിലിൻ്റെ കാര്യം പറയുകയും ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വി ക്രോസ് എന്നുള്ള വളരെ ബോൾഡായിട്ട് തന്നെ ഇവിടെ അതിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിലോട്ട് കയറുക എന്നുള്ളൊരു കുറച്ച് ടാസ്കുള്ളൊരു കാര്യം തന്നെയാണ്. സ്റ്റെപ്പും കൂടെ വന്ന സ്ഥിതിക്ക് നമുക്ക് കയറാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ഈ ഒരു സൈഡൊക്കെ നമുക്ക് ഏകദേശം കണ്ട് നല്ല ഫെമിലിയർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, റൂഫ് റെയിൽസും കാര്യങ്ങളൊക്കെ. ഈ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഭാഗത്തോട്ടൊന്നും വലിയ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കൂടുതൽ ഇനി ഉള്ളിലോട്ടാണ്. ഡിഫറൻഷ്യൽ ലോക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു പോസിറ്റീവ് സൈഡാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ വാഹനമൊക്കെ ഏതെങ്കിലും ഒരു ഡിപ്പിലൊക്കെ വീണ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈഡൊക്കെ ലോക്കായി പോകാൻ മീൻസ് സ്ലിപ്പായി പോകുന്നൊരു പ്രശ്നമൊക്കെ വരികയാണെങ്കിൽ സ്ലിപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടി അവിടെ ബ്രേക്കിംഗ് കൊടുത്തുകൊണ്ട് തന്നെ അപ്പുറത്തെ ടയറിലോട്ട് കറക്കം കൊടുത്ത് കയറാനും സഹായിക്കുന്നുണ്ട്. അതൊരു വലിയൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ടു മറിഞ്ഞ ആ സെയിം ടൈപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് 360 ഡിഗ്രിയുടെ ക്യാമറ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ മെയിൻ ഒരു ഹൈലൈറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് 360 ഡിഗ്രിയുടെ ക്യാമറയാണ്. ഇനി അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് ഒരു വിശേഷം കാണിച്ചു തരാം, വാ. അപ്പോൾ നമുക്കിനി വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഏതായാലും കയറുന്ന സമയത്ത് നമുക്കിവിടെ റിക്വസ്റ്റ് സ്വിച്ച് കാണാൻ സാധിക്കും. നമുക്ക് കയറുമ്പോഴത്തേക്കും ആദ്യം കാണുന്ന ഒരു ഹൈലൈറ്റ് നമുക്കിവിടെ സീറ്റിൻ്റെ ഇലക്ട്രിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടുന്ന ഒരു ലെതർ സീറ്റുകളാണ്. അത് ടോപ്പ് വേരിയൻറ്റ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ബേസ് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ കാണാൻ സാധിക്കുന്ന പോലെ മാനുവൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും സീറ്റിന് കിട്ടുന്ന ഒരു ഫാബ്രിക് സീറ്റുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് തന്നെയാണ്. സെയിം ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ടച്ച് പുഷ് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു മാനുവൽ ഡ്രൈവ് വരുന്നൊരു വാഹനമാണ്. എന്നാൽ നമുക്കിവിടെ കിട്ടുന്ന ഫാബ്രിക്കിൻ്റെയൊക്കെ വ്യത്യാസം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഒരു ടോപ്പിലോട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് നോക്കിയപ്പോൾ ഇവിടെ ലെതർ ഫിനിഷ് വരുന്നുണ്ട്. എന്നാൽ ഇവിടെ അത് കിട്ടുന്നില്ല. അതേ സ്ഥാനത്ത് നമുക്കിവിടെ കിട്ടുന്ന ഫുൾ ലെതറേറ്റഡ് ടൈപ്പാണ് കിട്ടുന്നത്. സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ലോക്ക് നമുക്കവിടെ വരുന്നില്ല. പക്ഷേ ബാക്കി നമുക്ക് ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും വരുന്ന വ്യത്യാസങ്ങളിൽ ഒന്നും തന്നെ പ്രത്യക്ഷത്തിൽ നമുക്കൊരു ബേസ് വേരിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല കിട്ടുന്നത്. അപ്പോൾ ടോപ്പ് വേരിയൻറ്റ് വരുന്ന സമയത്ത് പ്രൈസും അതിനനുസരിച്ച് കൂടുന്നുണ്ടെന്നും കൂടെ ഓർക്കുക. അതുപോലെ തന്നെ നമുക്കിവിടെ ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഓട്ടോ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചും മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ഏത് മിറർ സെലക്ട് ചെയ്യണം എന്നുള്ളതും മിറർ ഫോൾഡിങ്ങും ഹിൽ ഡിസെൻഡിൻ്റെ സ്വിച്ചും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു പോക്കറ്റ് ഏരിയ ഇവിടെ കാണാൻ സാധിക്കും. താഴെ രണ്ടിൻ്റെയും സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു കപ്പ് ഹോൾഡറായിട്ട് എടുക്കാൻ സാധിക്കും. അതിനി കപ്പ് ഹോൾഡർ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി ഒരു ട്രേ പോലെ ആക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിലൊന്നും കാര്യമായിട്ടൊരു വ്യത്യാസം ഒന്നുമില്ല. അതൊക്കെ ആസ് ഇറ്റ് ഈസ് സെയിം തന്നെയാണ്. സ്റ്റിയറിംഗ് വീലിലും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇവിടെയാണ് നമുക്ക് വലിയൊരു മാറ്റം വന്നിരിക്കുന്നത്. അതായത് ഒരു ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 10.3 ഇഞ്ചിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതൊരു 360 ഡിഗ്രി ക്യാമറ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 360 ഡിഗ്രി ക്യാമറ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ടയർ പ്രഷർ മോണിറ്റർ വരെ നമുക്ക് വേണ്ട ഇവിടെ കാണാൻ സാധിക്കും. അതും ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതും വയർലെസ് ആയിട്ട് തന്നെ. വേണ്ട TPMS നമുക്ക് കാണാൻ സാധിക്കും. തൊട്ട് താഴോട്ട് വരുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഇവിടെ നമുക്കൊരു അഡീഷണൽ ഫീച്ചർ കിട്ടുന്ന ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൂടെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ബാക്കിയെല്ലാം ആസിറ്റീസ് നമ്മൾ കണ്ടു മറന്ന സെയിം ഡിസൈൻ തന്നെയാണ്. അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ലോക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതൊരു
വലിയ അഡ്വാൻറ്റേജ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതൊരു ചെറിയ കാര്യമൊന്നുമില്ല. കാരണം ഒരു 4x4 ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പെട്ടുപോകുമ്പോഴാണല്ലോ ഒരു ടയർ ഫ്രീ ആയിട്ട് കറങ്ങുന്ന സമയത്ത് മറ്റേ സൈഡ് ലോക്കായി പോകും. അങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങുന്ന ടയറിനെ ലോക്ക് ചെയ്ത് കറക്കി സഹായിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം. അതുപോലെ തന്നെ ബാക്കിലും കൂടെ നമുക്കിരിക്കാം. ബാക്കിൽ ഈ പറയത്തക്ക വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആസ് ഇറ്റ് ഈസ് നേരത്തെ ഉള്ള പോലെ തന്നെ സെയിം തന്നെയാണ്. ഇത് ശരിക്കും ഒരു കംഫോർട്ട് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നല്ലൊരു കംഫോർട്ട് ലെവൽ തന്നെയാണ് കിട്ടുന്നത്. തൈ സപ്പോർട്ടോ കാര്യങ്ങളൊന്നും കിട്ടില്ല, അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, ഇത്ര ഒരു വലിയ വാഹനമാണ്. അതുപോലെ തന്നെ ഒരു ആംറസ്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആംറസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ 2 പേര് പോവുകയാണെങ്കിൽ വളരെ കംഫോർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ബാക്ക് സൈഡിൽ എ സിയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഈ ഒരു പോർഷനിൽ കൂടെ എ സി വരും. നമ്മൾ ലെഗിലോട്ടുള്ള പൊസിഷനിലാണ് എ സി ഇടുന്നതുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനിൽ കൂടെ എയർ ഫ്ലോ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്, അതും കിടുവാണ്. ഇതൊക്കെ നമ്മുടെ പഴയ ഡി മാക്സ് ക്യാബ് ഇസഡിലും നമുക്ക് കിട്ടുന്നുണ്ട് ഈ സെയിം ഫീച്ചേഴ്സ്. ഓക്കെ, അങ്ങനെ നമ്മൾ നേരത്തെ ഈ വാഹനത്തിൻ്റെ ബേസ് വേരിയൻ്റ് ആയിരുന്നു കണ്ടത്. ഇതൊരു ടോപ്പ് വേരിയൻ്റ് ആണ് ഇപ്പം നമ്മൾ ഇതിനകം എല്ലാം കണ്ടത്. പക്ഷേ ബാക്ക് സൈഡിലൊക്കെ നോക്കാനാണെങ്കിൽ തന്നെ വലിയ കാര്യമായിട്ട് ഒരു മാറ്റം ഇവിടെ വരുന്നില്ല. 360 ഡിഗ്രിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് ഫീച്ചറായിട്ട് നമുക്ക് പറയാനുള്ളത്. 360 ഡിഗ്രി ഇപ്പോൾ എല്ലാ വേരിയൻസിലും നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കി ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ലെതറേറ്റഡ് സീറ്റ്സും ഇലക്ട്രിക് ആയിട്ട് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് ലൈറ്റ്സിനൊന്നും വ്യത്യാസമില്ല, എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. നമുക്കിവിടെ പാർക്ക് ലൈറ്റ് മാത്രമേ ഉള്ളൂ LED വരുന്ന, ബാക്കിയുള്ള എല്ലാം ഹാലജൻ ബൾബുകളാണ് കിട്ടുന്നത്. ഈ ബാക്കിലത്തെ ഈ ഒരു പോർഷൻ, അതായത് ഒരു ഗ്ലാസ് നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും.